ഹനുമാൻ സമുദ്രലംഘനം ചെയ്ത് ലങ്കാപുരിയിലേക്ക് പ്രവേശിക്കുന്നതും ലങ്കാലക്ഷ്മിയെ കാണുന്നതും ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുക്കുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ലങ്കയുടെ കൂറ്റൻ മതിലുകൾ കടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഹനുമാനെ ലങ്കാലക്ഷ്മി തടയുന്നു. എന്നിട്ട് പറയുന്നു, ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ ഒരു ജന്തുവിന് പോലും ഞാനറിയാതെ ഈ ലങ്കയിലേക്ക് കടക്കാൻ സാധ്യമല്ല, നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് പ്രഹരിക്കുന്നു ഹനുമാനെ. ഹനുമാനും ഉടനെ തൻ്റെ ഇടത്തെ കൈകൊണ്ട് മുഷ്ടി ചുരുട്ടി ലങ്കാലക്ഷ്മിയെ പ്രഹരിക്കുന്നു. ലങ്കാലക്ഷ്മി ഉടനെ വായിൽ നിന്ന് ചോര വമിച്ച് നിലത്ത് പതിക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് ഹനുമാനോട് പറയുന്നു, നീ ശ്രീരാമദൂതനാണല്ലേ? എന്നോട് പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24ാമത്തെ ചതുർയുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കും, മായാഭഗവതി സീതയായി അവതരിക്കും, സീതയെ രാവണൻ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവരും, സുഗ്രീവനും മറ്റു വാനരന്മാരുമായി സഖ്യം ചെയ്ത് സീതാന്വേഷണത്തിന് പുറപ്പെടും. അതിൽ ഒരു വാനരൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ എത്തും. അന്ന് ആ വാനരൻ്റെ പ്രഹരത്തിനാൽ നിനക്ക് പരാജയം സംഭവിക്കും, അപ്പോൾ നിനക്ക് മുക്തി കിട്ടും എന്ന് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ലങ്കാലക്ഷ്മി. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിച്ച് നിനക്ക് ജയം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സീത എവിടെയാണ് ഇരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ലങ്കാലക്ഷ്മി ലങ്ക വിട്ട് സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഈ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യാനുള്ളത്. പ്രകൃതി ചപലനുമധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടിമലരുമകതളിരിലോർത്തുകൊണ്ടഞ്ജനാ നന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടുകിനോടു സമമിടത്തു കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയെയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും രഘുകുലജവര സചിവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൻ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവധാതാവു താൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദള നയനനവനിയിലവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയന നടവിയിലഥ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവദന നവനി മകളെയുമപഹരിച്ചുടൻ ദക്ഷിണ വാരിധി പുക്കിരിക്കുന്ന നാൾ